നമസ്കാരം. ബഹുമാനപ്പെട്ട നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അവർ അടുത്ത കാലത്തായി, മുൻപും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നാലും അടുത്ത കാലത്തായി വിവാദമാക്കപ്പെട്ടൊരു പ്രസ്താവനയായിരുന്നു ജാതി സംവരണം നിർത്തലാക്കണം. അതിനെ തുടർന്ന് CPM രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതാവ് ശ്രീ സോമനാഥ്, അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി പിരിച്ചുവിടാമോ എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി നടത്തിയതായി മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തു. ഞാൻ ആ വിഷയത്തിലേക്ക് മുന്നോട്ട് കടക്കുന്നില്ല. പക്ഷേ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ജാതി സംവരണം നിർത്തലാക്കണം എന്ന ജാതി സംവരണം എന്ന ആ ഒരു വാക്കിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജാതി സംവരണം നിർത്തലാക്കണം, സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് ജാതി പരിഗണന കൂടാതെ, വിവേചനം കൂടാതെ സംവരണം അനുവദിക്കണമെന്ന് NSSന്റെ തന്നെ മുൻ പ്രസ്താവനകളിൽ കാണുവാൻ കഴിയും. മുൻകാലങ്ങളെ ഉപരി ഞാനീ പറഞ്ഞ അവരുടെ പ്രസ്താവന ഭരണഘടനാ അനുസൃതവും നിയമപരവും സാമൂഹ്യ തുല്യനീതി, അവസര സമത്വം യഥാർത്ഥ പിന്നാക്ക ജനവിഭാഗത്തിന് അനുവദിക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന് പറയാതെ വയ്യ. 100% തന്നെ സ്വാഗതാർഹമാണ് NSSന്റെ പ്രസ്തുത പ്രസ്താവന. അത്തരത്തിൽ നായർ സർവീസ് സൊസൈറ്റി നടത്തിയിട്ടുള്ള പ്രസ്താവന ജാതി സംവരണം നിർത്തലാക്കണം എന്നതാണ്. അതെന്തുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്? വളരെ വ്യക്തമാണ്. കേരളത്തിൽ നടക്കുന്നത് ജാതി സംവരണമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് മാത്രമായി കേരളത്തിന്റെ സമ്പത്തുകൾ മാറ്റിവെക്കുക, ആനുകൂല്യങ്ങൾ മാറ്റിവെക്കുക, സർക്കാർ ഉദ്യോഗങ്ങൾ മാറ്റിവെക്കുക. സർക്കാർ ഉദ്യോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും സർക്കാർ PSC വഴി നടത്തുന്ന ഉദ്യോഗങ്ങൾ, കോടതിയിലെ അധികാര സ്ഥാനങ്ങൾ, അതുപോലെ പ്രധാനമായും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ നടത്തുന്ന നിയമനങ്ങൾ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ചില ജാതികൾക്ക് മാത്രമായി നീക്കിവെക്കുകയും അവർക്ക് മാത്രമാണ് സാമൂഹ്യ പിന്നാക്കാവസ്ഥ ഉണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഭരണഘടനാ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ 1992 സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരാണ്. സാമൂഹ്യ തുല്യനീതി, അവസര സമത്വം മറ്റൊരു വിഭാഗത്തിന് നിഷേധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നടപടികളാണ് കേരള സർക്കാർ തുടർന്നു വരുന്നത്. സകല ജനവിഭാഗത്തിലെയും സാമൂഹ്യമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളെ കണ്ടെത്തുന്നതിന് പകരം ചില പ്രത്യേക ജാതികളിൽപ്പെട്ട ആൾക്കാരെ മാത്രം, അല്ലെങ്കിൽ അവരിലെ ഈ പറഞ്ഞ സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി നിൽക്കുന്ന പിന്നാക്ക ജനങ്ങളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവർക്കെന്ന പേരിൽ
ജാതിക്ക് സംവരണം അനുവദിക്കുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, നിയമങ്ങളിൽ വിശ്വസിക്കുന്ന, നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൗരനോ സംഘടനയ്ക്കോ എങ്ങനെയാണത് സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയാതിരിക്കാൻ കഴിയുക? സാമൂഹ്യ ബോധമുള്ള ഏതൊരു വ്യക്തിയും പ്രസ്ഥാനവും, പ്രതികരണശേഷിയുള്ള ഏതൊരു വ്യക്തിയും പ്രസ്ഥാനവും അത് പ്രതികരിക്കാതിരിക്കുകയും തുറന്നു പറയാതിരിക്കുകയും കഴിയാൻ സാധ്യമല്ല. അതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ദുർവ്യാഖ്യാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ വികൃതമാക്കി ജനങ്ങൾക്കിടയിൽ ജാതി വികാരം സൃഷ്ടിക്കുന്നതിന് ചില കുബുദ്ധികൾ ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. കേരള സമൂഹത്തിൽ ജാതി, മത, വർണ്ണവർഗ, ഭാഷ, ദേശഭേദമന്യേ തന്നെ ഇന്ത്യൻ യൂണിയൻ ആയി ബന്ധപ്പെട്ടും ഒക്കെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹത്തിനെ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് കാലാഹരണപ്പെട്ട ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കണം, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണം, നിലനിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില നടപടികൾ. അത്തരത്തിൽ ജാതി ചിന്തയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജാതി ചിന്ത അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയും അത് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരത്തിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് മാറുക? അത്തരത്തിൽ പ്രതികരിച്ച NSSന്റെ നിലപാട് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. അത്തരത്തിൽ ദേശസ്നേഹമുള്ള, രാജ്യസ്നേഹമുള്ള, ഭരണഘടനയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നിയമത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരനും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയെ നിഷേധിക്കാൻ കഴിയില്ല, സ്വാഗതം ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. നന്ദി, നമസ്കാരം. രാജേഷ് ആർ നായർ, കഴുനിയിൽ, മാനവ ഐക്യവേദി.